അപ്പോൾ എത്ര കോടി ചോദിക്കലുണ്ട്, അത് കൊടുത്താലും എൻ്റെ മോനെ കഴിച്ചിലാക്കി തരുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പൈസ സ്വരൂപിച്ച് കിട്ടണം മക്കളെ. അത് കിട്ടിയാലാണ് കൊടുത്താൽ എൻ്റെ കുട്ടിനെ കാണാൻ കഴിയേക്കും അള്ളാഹ് കാട്ടി തരട്ടെ. അപ്പോൾ ഞാനിത് പറയാനും എന്തായിരുന്നു പറഞ്ഞത്? അങ്ങനെ അപേക്ഷിച്ച് എന്താ അമ്മ പറഞ്ഞപ്പോൾ? എൻ്റെ കുട്ടീനൊക്കെ എത്രയും പെട്ടെന്ന് കാണണം, കാട്ടി തരണം. അതിനിപ്പോൾ ഇത്രയും പൈസ കൊണ്ട് കൊടുത്താലേ കാട്ടി തരാൻ കഴിയുള്ളൂ എന്നാണ് ഓരും പറഞ്ഞത്. അപ്പോൾ കൊടുത്തൊന്നും ശരിയായില്ല, ശരിയായി കിട്ടണം. അതിനാണ് ഇപ്പോൾ പോലത്തെ ഇങ്ങനെ എന്തൊക്കെ എടുത്തുകൊണ്ട് പോകണത്. എല്ലാം നമ്മളേൽ വേണ്ടേ ഇത്രയും കോടിക്കണക്കിന് ഉറുപ്പിക എത്തിച്ചു കൊടുക്കാൻ. എൻ്റെ കുട്ടീനെ കാണണം തന്നെ ഞാനും പറയുന്നത്. 17 കൊല്ലം കഴിഞ്ഞ് 18ാമത്തെ കൊല്ലാണ്. 18 കൊല്ലം തന്നെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞാലൊക്കെ ഫോണൊക്കെ ചെയ്യല്ലോ അവിടുന്ന്? ഫോൺ ചെയ്തിട്ടില്ല. അങ്ങനെ എപ്പോഴെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ കുറേ കഴിഞ്ഞ ദിവസം ഫോൺ കണ്ട് വിളിച്ചാൽ എനിക്ക് വർത്താനം പറയാൻ കഴിയില്ല. കുട്ടീനെ തീർത്താൽ അയക്കുമ്പോൾ ഓന് വീട്ട് വിളിക്കുമ്പോഴത്തിന് ഞാൻ പിന്നെ മിണ്ടാതെ പോകും. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ ആദ്യം ജോലിക്ക് പോയ സമയത്ത് ഉമ്മനെ വിളിക്കലുണ്ടായിരുന്നു? ജോലിക്ക് പോയിട്ട് അവിടെ നിന്നില്ല മോനെ. അപ്പോൾ അത് 18 ദിവസമാണ് എൻ്റെ കുട്ടി പുറം കണ്ടത്. 18ാമത്തെ 22ാമത്തെ ദിവസം എൻ്റെ കുട്ടി ജയിലിൻ്റെ ഉള്ളിൽ കിടന്നു പോയിന്. അവിടെ പണിയെടുക്കുക, നയിക്കുക, ശമ്പളം ഒന്നും ചെയ്തിട്ടൊന്നുമില്ലല്ലോ. ഇത്രയും പെട്ടെന്നാണ് പോകലും ജയിലിൽ കുടുങ്ങലും കഴിഞ്ഞു പോയില്ലേ. ഒരു അംഗവല്ലിയുടെ കുട്ടിയെ നോക്കാൻ പോയതല്ലേ. ആ കുട്ടീനാരെ ആ കുണ്ടം മരിച്ച് അതിൻ്റെ കുട്ടി ജയിലിൽ കുടുങ്ങി കിടക്കല്ലേ, പിന്നെ പുറത്തല്ലല്ലോ. അടക്കൊന്ന് പോയേക്കാം. നോക്കിട്ടോ. ഇവരുടെ ആദ്യത്തെ വീടാണോ? ഇതാണ് അവരെ തറവാട്. ഈ വീട്ടിൽ നിന്നാണ് തൻ്റെ കുടുംബത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോയി അധ്വാനിക്കാൻ വേണ്ടി പോയത്. ആകെ 24-25 ദിവസമാണ് അവിടെ അധ്വാനിക്കാൻ കഴിഞ്ഞത്. ചെറിയൊരു കയ്യബദ്ധം വന്നതിൻ്റെ പേരിൽ അദ്ദേഹം ജയിലിലായി. റഹീം പറഞ്ഞ വ്യക്തി ജയിലിലായി. 18 കൊല്ലമായി ജയിലിലായിട്ട്. ഇതുവരെ കുടുംബം മാപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പം മാപ്പ് കൊടുക്കാൻ നേരിട്ടിട്ടുണ്ട്. 34 കോടി, 15 മില്യൺ റിയാൽ, 34 കോടിയോളം വരുന്ന ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ അവനെ മോചിപ്പിക്കുക എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തുക നമ്മൾ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നുമുള്ള എല്ലാ മലയാളി മാത്രമല്ല ലോകത്തുള്ള മൊത്തം ജനങ്ങൾ മൊത്തം ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തും ഗൾഫ് മേഖലയിൽ എല്ലാവരും പിരിവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജീവൻ മരണ പോരാട്ടം, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ പ്രയത്നത്തിന് വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കാര്യമുണ്ട്.